നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് എന്ത് കഴിക്കാൻ വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സാച്ചുകുട്ടൻ ആദ്യം പറയട്ടോ അവന് ചോറ് മതിയെന്ന്. എന്തുവാ ഇച്ചിരി മന്തിയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും മതി. അധികം നെയ്യും എണ്ണയൊന്നും ചേർക്കത്തില്ല, അത് വേറെ കാര്യം. അതാകുമ്പോഴത്തേക്കും കുറച്ച് സാലഡും ചിക്കനും ഒക്കെ ആയിട്ട് കഴിച്ചോളൂല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് ഇച്ചിരി മന്തി ചിക്കൻ മന്തി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നോമ്പ് തുറക്കായിട്ടുള്ള അവൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ തണ്ണിമത്തനെടുത്തൊരു കഷ്ണം മുറിച്ച് വെക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരുപാട് വലിച്ചു വാരി അരിഞ്ഞിട്ടാണ് ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും പെറുക്കി വെക്കലാണ് വേറൊരു പണി. അപ്പോഴത്തേക്ക് ദേ നമ്മുടെ പള്ളിക്കഞ്ഞി വന്ന് റെഡിയായിട്ട് നിൽപ്പുണ്ട്. നോമ്പ് പിടിച്ച് പിന്നെ ഇലക്ട്രിക് സൈക്കിൾ ആയതുകൊണ്ട് പോകാൻ നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ ബ്രൗൺ ബ്രെഡിൻ്റെ ഒരു സാൻഡ്വിച്ച് കണക്ക് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ നമുക്ക് വേറെ ഒരു കടിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും എടുത്താൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്കും വയറ് ഫീലാവും. വലിയ എണ്ണക്കടികളൊന്നും കഴിക്കാൻ വേണ്ട. ഒരിത്തിരി പശുനെയ്യോ ഇച്ചിരി ചീസോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം നമ്മൾ ആ ബ്രെഡൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള സവാളയും കുക്കുമ്പറും തക്കാളിയും വെച്ചിട്ട് ഓംലേറ്റ് ആക്കിയിട്ട് അത് ഒരു പീസ് വെച്ച് കൊടുത്താൽ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. ഒരു വേറെ ലെവലാണ്. ഇങ്ങനെയൊന്നും മൊത്തമായിട്ട് കഴിച്ചു നോക്കണം. മയണൈസും വേണ്ട, കെച്ചപ്പും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ എല്ലാ ഒരു സന്ധ്യ നേരത്തെ ഇതെല്ലാം നിരത്തി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് രാവിലെ നമുക്ക് അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഹംദക്കുട്ടനുള്ളത് കൊണ്ട് അവന് കുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് കയറുകയും ചെയ്യണം. അങ്ങനെ മാഷാ അല്ലാ ഒരു നോമ്പ് അങ്ങനെ അങ്ങ് തീരുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്നത്. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അടിച്ചിറക്കിയിട്ട് വില്ലൻ വാസു കയറിയിരിക്കുന്ന സീനാണ് കണ്ടത് കേട്ടോ. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാതെ അങ്ങനെ നമ്മുടെ മന്തിയും റെഡി ആയിട്ടുണ്ടേ.